എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോദ്രേജ് ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. അപ്പോൾ ഈ PCBയുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് E6 എററാണ്. അപ്പോൾ E6 എറർ എന്ന് പറയുന്നത് ഇതിൻ്റെ എറർ കോഡ് ലിസ്റ്റിൽ കമ്മ്യൂണിക്കേഷൻ എററാണ് വന്നിരിക്കുന്നത്. ഇൻഡോർ യൂണിറ്റ് ടു ഔട്ട്ഡോർ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ ഫോൾട്ട്, അതാണ് E6 എറർ. അപ്പോൾ ഞാനിതിനകത്ത് വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഔട്ട്ഡോർ ബോർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻഡോർ ഔട്ട്ഡോർ ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലൈൻസിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മോട്ടർ PG മോട്ടറാണ്. PG മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ PCB, അങ്ങനെ എല്ലാ റിയാക്ടർ കോയിൽ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് പവർ പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. പ്ലഗ് ചെയ്ത് ഓൺ ചെയ്തു. മ്യൂസിക് കേട്ടു, പക്ഷേ ഡിസ്പ്ലേ ഓൺ ആയിട്ടില്ല. ഡിസ്പ്ലേ എനിക്ക് സ്റ്റാൻഡ് ബൈയിൽ കിടക്കണമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ പവർ ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ 25 ഇങ്ങനെ നോക്കി. ഓക്കെ, ഇതാണ് കറക്റ്റ്. 25 കിടക്കുകയാണ്. 25. പക്ഷേ വേറൊരു കാര്യം നോട്ടീസ് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൽ സപ്ലൈ വന്നിട്ടില്ല. സപ്ലൈ വന്നിരുന്നെങ്കിൽ നമുക്ക് ആ പ്രോസസ്സർ IC-യുടെ അടുത്ത് ഒരു ചുമന്ന ലൈറ്റ് ഉണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഈ ഒരു സെൻസർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു IC ഉണ്ടാവും. ഈ IC-യുടെ അടുത്തും ഒരു LED ഉണ്ട്. ആ LED-യും ഗ്ലോ ചെയ്യുന്നില്ല, കത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഔട്ട്ഡോറിൽ പവർ ഇല്ല. അപ്പോൾ ഈ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലോട്ട് പവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സീരിയൽ ബൾബ് ഇതിൻ്റെ ലൈൻസിൽ കൊടുത്തു നോക്കാം. ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്യൂസിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഫ്യൂസ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ E6 എറർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ E6 എറർ കാണിച്ചിട്ടുണ്ട്. ഔട്ട്ഡോർ യൂണിറ്റിൽ മൊത്തം ഈ ഒരു ബോർഡ് പവർ ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഷോർട്ടിങ് കാര്യങ്ങളുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ബോർഡ് ഇതിനകത്തുനിന്ന് ക്യാബിനകത്തുനിന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്യാബിനകത്തുനിന്ന് ഈ ഒരു ബോർഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. അഴിച്ചെടുത്ത സമയത്ത് ഞാനിതിനകത്ത് വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 320 വോൾട്ട് ഇതിനകത്തുണ്ടായിരുന്നു. ഡിസ്ചാർജിങ് വോൾട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ IGBT ഡയോഡ് IPM മൊഡ്യൂൾ ഇതൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. കംപ്ലൈൻറ്റ് ഞാൻ ഫിസിക്കലായിട്ട് നോക്കിയതിൽ ഇവിടെയാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു R30 R31 ഈ രണ്ട് റെസിസ്റ്റൻസും കത്തിപ്പോയിട്ടുണ്ട്. ഇത് MOSFET ആണ്. ഇവിടുത്തെ ഈ ഒരു സ്വിച്ചിങ് സെക്ഷനാണ് ഇത്രയും വരുന്നത്. ഈ ഒരു ചോപ്പറിൻ്റെ സ്വിച്ചിങ് സെക്ഷൻ ഇവിടെ നിന്നാണ് നമുക്ക് സപ്ലൈ പോകുന്നത്. അപ്പോൾ ഈ ചോപ്പറിൻ്റെ പവർ സപ്ലൈ സെക്ഷനാണ് നമുക്കിവിടെ ഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു റെസിസ്റ്റൻസ് രണ്ടും കത്തിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസും കത്തിപ്പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ഒരു MOSFET ചെക്ക് ചെയ്തായിരുന്നു. ഇത് എത്ര 4 ആംപിയർ 800 വോൾട്ടിൻ്റെ MOSFET ആണ്. ഈ ഒരു MOSFETും പോയിട്ടുണ്ട്. ഷോർട്ടിംഗ് ആണിത്. ഈ ഒരു MOSFET ഷോർട്ട് ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ഈ ഇത്രയും കമ്പോണൻറ്റുകൾ ഇതിൽ പോകാൻ കാര്യം. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ പവർ സപ്ലൈ റീസ്റ്റോർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ്, പിന്നെ ഇവിടെ വരുന്ന ഈ PWM കൺട്രോളർ IC, ഇത് ഈ MOSFETനെ സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന 6 കാലിൻ്റെ PWM കൺട്രോളർ IC. ഈ IC മാറണം. ഇത് ഇത്രയും ഷോർട്ടിങ് വരുമ്പോഴത്തേക്കും ഈ IC കംപ്ലൈൻറ്റ്. നമ്മളിപ്പോൾ ഇത് മാറുമ്പോൾ തന്നെ വർക്ക് ചെയ്യും, പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം മാറി ഈ ഒരു പവർ സപ്ലൈ റീസ്റ്റോർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇത് ഇച്ചിരി ഒരുപാട് സമയമെടുക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഞാനിതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പവർ സപ്ലൈ തിരിച്ച് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമ്പോണൻസുകൾ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് കത്തിയിരുന്നതായിട്ടാണ് നമുക്കിതിൽ കണ്ടത്. അപ്പോൾ പിന്നെ ചെക്ക് ചെയ്ത് വന്ന കൂട്ടത്തിൽ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കത്തിപ്പോയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൂട്ടത്തിൽ ഈ 2 റെസിസ്റ്റൻസ് ഇതാണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ 3 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അതായത് ഈ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് സോഴ്സിൽ വരുന്ന നെഗറ്റീവ് സൈഡ് സോഴ്സിൽ വരുന്ന റെസിസ്റ്റൻസുകളാണ് ഈ 3 എണ്ണവും. അത് കഴിഞ്ഞിട്ട് ഈ സ്വിച്ചിങ് IC ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. സ്വിച്ചിങ് ICയും മറ്റേ പഴയതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതേ കണക്കിന് ഇതിൻ്റെ ഗേറ്റിലോട്ട് പോകുന്ന ഈ 2 റെസിസ്റ്റൻസ് ഇതിൻ്റെ ഗേറ്റിലോട്ട് പോകുന്നതായിരുന്നു. ആ 2 റെസിസ്റ്റൻസ് ഓപ്പൺ ആയിരുന്നു, അതും മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഫീഡ്ബാക്കിൽ ഒരു അതായത് ഈ സോഴ്സിൽ എത്രത്തോളം കറണ്ട് സെൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ ഒരു സ്വിച്ചിങ് ICക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു 470 ഓംസ് റെസിസ്റ്റൻസ് വന്നിട്ട് ഇവിടുത്തെ ഇതിൻ്റെ 4ാമത്തെ പിന്നിൽ വരും. ഈ ഒരു 4ാമത്തെ പിന്നിൽ വരുന്ന ഇത് 470 ഓംസ് ആയിരുന്നു. പക്ഷേ ഇത് 500 സംതിങ് കിലോ ഓംസിൽ കാണിച്ചിരുന്നു. ഇത് വർക്ക് എല്ലാം മാറ്റിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു അപ്പോൾ ഇത് വർക്ക് ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ ഈ ചോപ്പർ കംപ്ലൈൻ്റ് ആണോ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ചോപ്പർ സഹിതം ഞാൻ മാറ്റി നോക്കി. എന്നിട്ടും സപ്ലൈ ഇല്ലായിരുന്നു, ഔട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതായിരുന്നു ഇതിലിരുന്ന ചോപ്പർ. ഞാൻ ഇതിന് വേറെ ഒന്നിനകത്ത് ഇളക്കിയിട്ടതാണ് ഈ ചോപ്പർ. ഓക്കെ, അങ്ങനെയാണ് ലാസ്റ്റ് ഇതെല്ലാം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാറ്റിയിട്ടപ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു പവർ സപ്ലൈ നോർമലി വർക്കിംഗ് ആണ്. ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രീൻ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പവർ സപ്ലൈ സെക്ഷൻ നല്ല രീതിക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയവും വർക്കിങ്ങും ഉള്ളത് കൊണ്ടിട്ടാണ് അതിൻ്റെ ആ ഒരു ഫുൾ വീഡിയോ എടുക്കാത്തത്. ഓക്കെ, ഇനി നമുക്കിത് ആ ക്യാബിനകത്ത് സെറ്റ് ചെയ്ത് ഇവിടെ ഇതിനകത്ത് ഫാൻ മോട്ടറും കൊടുത്തിട്ട് നമുക്ക് കംപ്രസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഹീറ്റ് സിങ്ക് ക്യാബിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് ആ ക്യാബിൽ തന്നെ തിരിച്ചിത് സെറ്റ് ചെയ്യണം. അപ്പോൾ ക്യാബിൽ തിരിച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇവിടെ ഫാൻ മോട്ടറും കണക്ഷൻ കൊടുത്ത് നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബോഡി തിരിച്ച് അതേ കണക്ക് തന്നെ ക്യാബിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാബിലാണ് ആ ഹീറ്റ് സിങ്ക് സെറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് അഴിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തിപ്പോൾ ഔട്ട്ഡോറിനകത്തും ഫാൻ മോട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കംപ്രസർ എടുക്കുകയുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ കംപ്രസർ എടുക്കില്ല ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഔട്ട്ഡോർ DC ഫാൻ മോട്ടറാണ്, അതുകൊണ്ട് DC ഫാൻ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്രസർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംപ്രസർ എടുക്കുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഞാനൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി സ്വിച്ച് അടിച്ച് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ആ റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കംപ്രസർ എടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്ഡോർ ഫാൻ മോട്ടർ എടുക്കുന്നത് ഒരു ഓൺ ഓഫ് കണ്ടിന്യൂസ് കറങ്ങാതെ ഇങ്ങനെ നിൽക്കും കറങ്ങും എന്നുള്ള ഒരു രീതിക്കാണ്. പക്ഷെ അതൊരു കംപ്ലൈൻ്റ് അല്ല. ഇത് കറക്റ്റ് ആ ഒരു കണ്ടൻസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അത് നിൽക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ കംപ്രസർ എടുത്തിട്ടുണ്ട്. കംപ്രസർ എടുത്ത് വർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ ആയിരുന്നു നമുക്കിതിൽ ഫോൾട്ടായിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഫുള്ള് റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. കംപ്രസറും വർക്ക് ചെയ്ത് നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.